വായു മലിനീകരണത്തിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധം. ജീവിക്കാൻ ശുദ്ധവായു എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ഇന്ത്യ ഗേറ്റിന് സമീപത്ത് പ്രതിഷേധം നടക്കുന്നത്. അജീഷ് ജയകുമാറുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, വിവരങ്ങൾ. വായു മലിനീകരണത്തിനെതിരെയാണ് വലിയ പ്രതിഷേധം ഡൽഹിയിൽ നടക്കുന്നത്. ജീവിക്കാൻ ശുദ്ധവായു എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധം ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. നാളുകളായി അവിടെ മലിനീകരണം രൂക്ഷമാണ്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകുകയും ചെയ്തതാണ്. ദീപാവലിക്ക് ശേഷം തുടങ്ങിയതാണ് ഈ വായുമലിനീകരണം രൂക്ഷമാകൽ. അതിനുശേഷം ആ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടായിട്ടില്ല. ഓരോ ദിവസവും ഈ വായുമലിനീകരണം രൂക്ഷമാകുന്നതും ഡൽഹിയിലെ പുകമഞ്ഞുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞതാണ്. അതിനെതിരെ പല ഘട്ടങ്ങളിൽ പല തലങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ഇന്ത്യ വലിയ പ്ലക്കാർഡുകൾ ഉയർത്തി ഇന്ത്യ ഗേറ്റിന് സമീപത്താണ് സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നത്. അവിടെ ഒരിടയ്ക്ക് കൃത്രിമ മഴ പെയ്യിച്ച് ഈ വായുമലിനീകരണത്തിന് ശമനമുണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് വേണ്ടത്ര ഫലപ്രദമായില്ല. കാരണം അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിയാതെ പോയി. അത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ വിമർശനങ്ങൾക്കൊക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു. ഡൽഹി ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭരണപരാജയമെന്ന് പ്രതിപക്ഷമൊക്കെ വിമർശിച്ചതുമാണ്. അങ്ങനെ അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയതാണ് ഡൽഹിയിലെ വായുമലിനീകരണം. അതിനിടയിലാണ് ഇപ്പോൾ അവിടെ വലിയ പ്ലക്കാർഡുകൾ ഉയർത്തി ജീവിക്കാൻ അനുവദിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന് സമീപത്ത് പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ ശാന്തപരമായിട്ടുള്ള തുടങ്ങിയിട്ടുള്ള സമരം, ആ സമരത്തെ പോലും നല്ല രീതിയിൽ നേരിടാൻ പറ്റാത്ത ഈ ഡൽഹി ഗവൺമെന്റ് സമരങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നുള്ള പൊല്യൂഷന്റെ ഏക്യു കുറക്കണം. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന് ഒരു 15-20 സിഗരറ്റ് വലിക്കുന്ന അത്രത്തോളാണ് ഈ വായുമലിനീകരണം കണ്ട് കിട്ടുന്നത്. ഇവൻ സുപ്രീം കോർട്ട് പോലും പറഞ്ഞു കുട്ടികളുടെ ഏറ്റവും വലുതായിട്ടുള്ള സ്കില്ല് വളർത്താനുള്ള സ്പോർട്സ് ഇവന്റ് അതുപോലും പുറത്ത് നടത്താൻ പറ്റില്ല എന്നാണ് ഓർഡർ വന്നത്. എന്നിട്ടും അവകാശത്തിന് വേണ്ടിയിട്ട് സബ്സിഡി ചെയ്യുന്നത്. പിന്നെ നമ്മള് ഈ രാജ്യത്തിന്റെ പൗരന്മാരായിട്ട് എന്ത് കാര്യമുള്ളത്? ഞങ്ങളെ അവകാശങ്ങൾ ഇവിടെ പ്രൊട്ടസ്റ്റ് നടത്താൻ പറ്റില്ലെന്നും ഞങ്ങൾ ഈ എയർ പൊല്യൂഷനെതിരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണിത്, ആർട്ടിക്കിളാണ്. ഇതിവിടെ എല്ലാ ആളുകൾക്കും കൊടുത്തിട്ട് അതിന് ഈ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്കും എന്ത് വേണം, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം വേണം. എന്താണ് എയർ പൊല്യൂഷന്റെ കറക്റ്റ് കാര്യങ്ങൾ ഗവൺമെന്റ് മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവർ പ്രധാനമായും ഒരു ലഘുലേഖ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകമായിട്ടും ഡൽഹിയിലെ വായു മലിനീകരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ലഘുലേഖയിൽ ഉണ്ടായിരുന്നത്. അതിവിടെ വിതരണം ചെയ്യാൻ ഇവിടുത്തെ ടൂറിസ്റ്റുകളടക്കം ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു ദിവസം കൂടിയാണ്, ഞായറാഴ്ചയാണ്. അവർക്ക് വിതരണം ചെയ്യുന്നത് പോലീസ് തടഞ്ഞു എന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. അതിനെ തുടർന്നാണ് ഒരു സംഘർഷമുണ്ടായത്. എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഡൽഹിയിലെ വായു മലിനീകരണം അത് കുറയ്ക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ചുകൊണ്ടാണ് ഈ സമരം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ ഗേറ്റ് പരിസരത്താണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഡൽഹിയിലെ വായു മലിനീകരണത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധമുയർത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.